നിലവിൽ ഇന്നലെ ഇയാളെ സസ്പെൻഡ് ചെയ്തു, പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. അത് മതിയോ? അയാളുടെ ന്യായീകരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഇതിൽ നമ്മൾ പറയുന്നത് നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളിലും അത് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച ആ വേദനയും ഇപ്പോഴും പുള്ളി ഞങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഒരു നീതി വരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ പുള്ളി വീണ്ടും നമ്മളതിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരിൽ ഞാനൊരു വലിയ ക്രിമിനലാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാത്തിനും ഒരു തീരുമാനം വരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരുള്ള കേസുകൾ പോലീസ് അന്വേഷിക്കട്ടെ, നിങ്ങളും അന്വേഷിക്കുക. കൊറോണ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നമുക്ക് എല്ലാവർക്കും കൊറോണ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ക്രൈമിൻ്റെ ഇതാണ് ഒരു കൊറോണ ഇത് വന്നിട്ടുള്ളത് ഒരു കേസ്. പിന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബ്രഹ്മപുരം കത്തിയ സമയത്ത് ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സൈഡിൽ ഒതുക്കി വെച്ചിട്ടുള്ളതിൻ്റെ കേസാണ് രണ്ടാമത്തെ കേസ്. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ് ഒരു യുവതിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പുള്ളിക്കാരനാണ് എന്നെ അതിലന്ന് പെടുത്തി കളഞ്ഞത്. ഞങ്ങൾക്ക് ഇയാൾ പെടുത്തി ഞങ്ങൾക്ക് ജാമ്യം കിട്ടില്ലാത്തുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും മീഡിയയിലേക്ക് സെൻസേഷൻ കൊടുത്തു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷൻസും കാര്യങ്ങളും ഞങ്ങൾ മജിസ്ട്രേറ്റിനെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ ബെയിൽ കിട്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതിൽ അവർക്കെതിരെ നമ്മൾ കോടതി വഴിക്ക് CMP എടുത്തിട്ട് ഞങ്ങൾക്ക് വാദിക്കേണ്ടി വന്നു. പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ച് കേസ് അവർക്കെതിരെ എടുക്കാൻ പറ്റില്ല, കാരണം ഈ കേസ് അന്വേഷിച്ച് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ CMP പോയി. ഞങ്ങൾ ആ CMP അന്വേഷിച്ചതിൻ്റെ അതിൻ്റെ കോടതിയിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിൻ്റെ പ്രകാരം അവർക്കെതിരെ 308 വകുപ്പ് പ്രകാരം കേസ് എടുത്ത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിന്. അപ്പോൾ ഞാൻ പ്രതിയാണെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞാൽ പറ്റില്ലോ, എനിക്ക് കോടതിയിൽ എൻ്റെ അടുത്ത് പറയേണ്ടത്. ഞാനൊരു ക്രിമിനലാണെന്ന് എൻ്റെ അടുത്ത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കും. ഇതാണ് അവസ്ഥ. ഷൈമോൾ കൂടി നമുക്കിപ്പം ചേരുന്നു. ഇന്നലെ പ്രതാപചന്ദ്രൻ നടപടി വന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. അതായത് ഷൈമോൾ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല, അങ്ങനെയുള്ള വാദങ്ങളാണ് ഈ പ്രതാപചന്ദ്രൻ പറയുന്നത്. ഗർഭിണിയാണെന്നല്ലേ അറിയാത്തേ ഉള്ളൂ, 2 പൊടി കുഞ്ഞുങ്ങളെ എളിയിലുണ്ടല്ലോ. ഈ ഷൈമോൾ തന്നെ അവിടെ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഭയങ്കര അതിനുള്ള തെളിവാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ വരുന്നത് തൊട്ട് പോകുന്നോടം വരെയുള്ളത് പ്രൂഫുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ അവിടെ ഞാൻ അടിക്കുന്ന കണ്ടപ്പം, മർദ്ദിക്കുന്ന ആളെ ഹസ്ബൻഡിനെ കയറി ചെല്ലുമ്പോൾ തന്നെ അടിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ വിഷമിച്ച് പോയി. അങ്ങനെ എനിക്ക് ആകെ ഞാൻ ചെയ്തത് അവിടെ ഉറക്കെ നിലവിളിച്ചെന്നുള്ളതാണ്. എൻ്റെ നെഞ്ചിട്ട് പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ ആളുടെ അടുത്തേക്ക് എന്തിനാ ചോദിച്ച് ചെല്ലണം, അടുത്തേക്ക് ചെല്ലണം. ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും അവിടെ എനിക്ക് ഒന്നുമില്ല. അതിനുള്ള എല്ലാ പ്രൂഫും ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു നടപടിയല്ലേ നിങ്ങളുടെ ആവശ്യം? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിയമപരമായിട്ട് തന്നെ പ്രതാപചന്ദ്രനെ പ്രതിയാക്കി കേസെടുത്ത് മുന്നോട്ട് പോകണം. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് അവിടേക്ക് വന്നത് 2 AK-47 പിടിച്ചിട്ടല്ല വന്നത്, എൻ്റെ 2 മക്കളെ പിടിച്ചിട്ടാണ് വരുന്നത്. ഒരു സ്റ്റേഷനിലേക്ക് ഒരു യുവതി 2 മക്കളെ പിടിച്ച് വരുമ്പോൾ സ്റ്റേഷനെ ആക്രമിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളി ഇപ്പോഴും എങ്ങനെയാണ് കണ്ടത്? അപ്പോൾ പുള്ളി ഒരു സാധാരണ ക്രിമിനലിനോട് എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല, എങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കുടുംബമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പുള്ളി കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അവരൊക്കെ പറയണ കേട്ട് കഴിഞ്ഞാൽ അതുതന്നെയാണ് എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം അതാണ്. നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കില്ല, നമ്മളതിനെ ഫുൾ ഷടപ്പ് ചെയ്തിട്ട് പുള്ളിക്ക് പുറത്തേക്ക് ഒരു ബൈറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അയാളുടെ കാര്യങ്ങൾ കഴിവ് തെളിയിക്കേണ്ടത് അയാളുടെ ജോലിയിൽ മികവ് കാണിച്ചിട്ടാണ്. അത് മറ്റുള്ളവരുടെ ജീവിതം ബലിയാടാക്കിയിട്ടാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വലിയ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല.